അടുത്ത IPL സീസൺ പല ടീമുകളെ സംബന്ധിച്ചും നിർണായകമാണ്. മെഗാ താരലേലത്തിലൂടെ ടീമിലെത്തിച്ച് മോശം പ്രകടനം നടത്തിയവരോ അല്ലെങ്കിൽ ടീം കോമ്പിനേഷനുമായി ഒത്തുപോകാത്തവരോ ആയ താരങ്ങളെ റിലീസ് ചെയ്യാൻ ടീമുകളെല്ലാം തയ്യാറാകും. ഇവരല്ലാതെ ടീം മാറണമെന്ന് ആഗ്രഹിച്ച് ലേലത്തിൽ പോകുന്നവരുമുണ്ടാകും. മാത്രമല്ല ട്രേഡ് ഡീലിലൂടെയും ചില താരങ്ങൾ ടീം മാറാനുള്ള സാധ്യതയുണ്ട്. അടുത്ത സീസണ് മുന്നോടിയായുള്ള മിനി താരലേലം ഡിസംബറിൽ നടക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. താരങ്ങൾ ടീം വിടുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു അഭ്യൂഹം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടാണ്. സഞ്ജുവിന്റെ കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. എന്നാൽ സഞ്ജു മറ്റൊരു ടീമിലേക്ക് പോകുമെന്നും രാജസ്ഥാൻ ടീമിൽ തുടരുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വരുന്ന സീസണിൽ കൂടുമാറ്റം കാത്തിരിക്കുന്നവരിൽ മറ്റു ചില സൂപ്പർ താരങ്ങളുണ്ടെന്നും വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആരാധകർ പ്രതീക്ഷിക്കാത്ത ചില താരങ്ങളും കൂടുമാറ്റത്തിന് തയ്യാറെടുക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇത്തരത്തിൽ ഇത്തവണത്തെ മിനി ലേലത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ്. നേരത്തെ പറഞ്ഞതുപോലെ വലങ്കയ്യൻ വെടിക്കെട്ട് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന റിപ്പോർട്ട് 2025 IPL സീസൺ അവസാനിച്ച ഉടനെ പുറത്തു വന്നിരുന്നു. രാജസ്ഥാന് സഞ്ജുവിനെ നിലനിർത്താൻ താല്പര്യമുണ്ടെങ്കിലും മലയാളി താരം കൂടുമാറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് സൂചനകൾ. ടീം വിടാനുള്ള താല്പര്യം IPL സീസൺ കഴിഞ്ഞ ഉടനെ സഞ്ജു മാനേജ്മെന്റിനെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. നിലവിൽ 18 കോടി പ്രതിഫലം വാങ്ങുന്ന സഞ്ജു രാജസ്ഥാൻ വിടുകയാണെങ്കിൽ അടുത്ത സീസണിൽ മിനി ലേലത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. ഒന്നിലധികം ടീമുകൾ സഞ്ജുവിനെ നോട്ടമിടുന്നതിനാൽ മിനി ലേലത്തിലേക്ക് എത്തുന്നത് സഞ്ജുവിന് കൂടുതൽ പ്രതിഫലം നേടാൻ സഹായിച്ചേക്കും. റെക്കോർഡ് പ്രതിഫലം നേടാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഓസ്ട്രേലിയൻ സൂപ്പർ പേസറായ മിച്ചൽ സ്റ്റാർക്കും ലേലത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. നിലവിൽ ഡൽഹി ക്യാപിറ്റൽസ് താരമാണ് സ്റ്റാർക്ക്. ഇടങ്കയ്യൻ പേസർ മികച്ച റെക്കോർഡുള്ള ബൗളറാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇക്കണോമി മോശമാണ്. 11.75 കോടിയാണ് സ്റ്റാർക്കിന്റെ നിലവിലെ പ്രതിഫലം. മിനി ലേലത്തിലേക്ക് എത്തിയാൽ സ്റ്റാർക്കിന് ആവശ്യക്കാരുണ്ടാകും. ലേലത്തിൽ മികച്ച പ്രതിഫലം നേടി സ്റ്റാർക്ക് വീണ്ടും ഞെട്ടിക്കാൻ സാധ്യത കൂടുതലാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വരുന്ന സീസണിന് മുമ്പ് വലിയ അഴിച്ചുപണി തന്നെ നടത്തിയേക്കും. ശ്രേയസ് അയ്യർക്ക് കീഴിൽ കപ്പ് നേടിയ കൊൽക്കത്ത ടീമിന് അവസാന സീസണിൽ അജിങ്ക്യ രഹാനെയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ടീം പ്രതീക്ഷ വെച്ച പല പ്രമുഖ താരങ്ങളും നിരാശപ്പെടുത്തിയതാണ് തിരിച്ചടിയായത്. ഇതിൽ കൊൽക്കത്തക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായത് വെങ്കടേഷ് അയ്യർ കാരണമാണ്. 23.75 കോടിക്കാണ് വെങ്കടേഷിനെ കൊൽക്കത്ത ടീമിലെത്തിച്ചത്. എന്നാൽ തീർത്തും നിരാശപ്പെടുത്തിയ വെങ്കടേഷിനെ കൊൽക്കത്ത ഇത്തവണ കൈവിടുമെന്ന് ഉറപ്പാണ്. ലേലത്തിനെത്തിയാലും വെങ്കടേഷ് അയ്യർക്ക് വലിയ പ്രതിഫലം ഇനി ലഭിക്കാൻ സാധ്യത കുറവാണ്. ഇടങ്കയ്യൻ പേസ് ബോളർ ടി നടരാജനും ലേലത്തിലേക്ക് എത്താനാണ് സാധ്യത. ഡൽഹി താരമായ നടരാജനെ അവസാന സീസണിൽ കാര്യമായി ടീം ഉപയോഗിച്ചിട്ടില്ല. 10.75 കോടി രൂപ നൽകി ടീമിലെത്തിച്ചിട്ടും നടരാജനെ ഡൽഹി ബെഞ്ചിലിരുത്തുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ വരുന്ന സീസണ് മുന്നോടിയായി നടരാജനെ ഡൽഹി ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. ഇടങ്കയ്യൻ പേസർമാരെ പല ടീമുകൾക്കും ആവശ്യമാണ്. നന്നായി ഓർക്കർ എറിയാൻ കഴിവുള്ള നടരാജൻ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ സാഹചര്യത്തിൽ നടരാജനെ ലേലത്തിൽ സ്വന്തമാക്കാൻ ആവശ്യക്കാരുണ്ടാകും. എന്തായാലും നടരാജൻ ഡൽഹിക്കൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ മിനി താരലേലത്തിലൂടെ താരം മറ്റൊരു ടീമിലേക്ക് പോകാനാണ് സാധ്യത. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.